Hello guys, welcome back to Twin Stars. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നെന്താണ് നമ്മുടെ ഈവനിങ് വ്ളോഗാണ്. നമ്മുടെ പാറൂസ് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പാറുൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ, എൻ്റെ ഒരു ഞാൻ ഈവനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ കമൻറ്റ് സെക്ഷൻ എല്ലാ വീഡിയോസും നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം. ഒരുപാട് പേര് എന്ന് ഞാൻ പറയണില്ല, ഒരു 5-6 പേര് ഡേ മൈ ലൈഫ് ഇടുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി കമൻറ്റ് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഡെയിലി വ്ളോഗ് കാണാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനായാൽ പോലും ചില യൂട്യൂബേഴ്സിൻ്റെ ഡേ മൈ ലൈഫ്, അതായത് എന്നെപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ എല്ലാം പച്ചയായി കാണിക്കുന്ന ആൾക്കാരുടെ 1-2 ആൾക്കാരുടെ ഡേ മൈ ലൈഫിനോട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. അതായത് എനിക്ക് ഇഷ്ടമാണ് അവരുടെ ഡേ മൈ ലൈഫ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ വീഡിയോസും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് വീഡിയോ. അപ്പോൾ എന്താണ് ദേ ഇപ്പോൾ ഒരു 3:30 സമയം ആയിട്ടുണ്ട്. ഏട്ടൻ്റെയും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പാറൂട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛനമ്മയും നിഖിലും കീത്തൊന്നുമില്ല. നിഖിലിനും കീത്തിനും ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ പോയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് അച്ഛനും അമ്മയും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 പേരും പോയിരിക്കുകയാണ്. ഞാനും കാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏട്ടനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ വന്നു പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അന്നത്തെ ദിവസം. ഇവർ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും. അപ്പോൾ പാറൂട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച് ചെയ്യാനുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ കുറേ കുരുക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി കുറേ പിമ്പിൾസ് വന്നു, നിങ്ങൾ ഓരോന്ന് അത് ഇതും വരുത്തിച്ചിട്ടുള്ള റിയാക്ഷനാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട്, ഒന്നില്ലെങ്കിൽ അത് തലയിൽ താരണ മൂലം വരാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങനെ ആയിട്ടും വരാം. ഇതെനിക്കറിയില്ല, ഞാൻ പുതിയതായിട്ട് അങ്ങനെയൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെയൊന്നും ആയതിന് നന്നായിട്ടുണ്ട്. ബ്രേക്ക് കഴുത്തിലുണ്ട്, മുഖത്തുണ്ട്, കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കും എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ഇതങ്ങനെ ഒന്നുമില്ല, നമുക്ക് ചൂടിൻ്റെ സമയത്ത് വരുന്നൊരു സംഭവമാണ്, ഭയങ്കര പുഴുകണ സമയത്ത് വരുന്നൊരു സംഭവമാണ് ഇതെന്നാണ് പറഞ്ഞത് ഡോക്ടർ. നമ്മൾ മരുന്നൊക്കെ തേച്ച് പൊക്കോളും. അപ്പോൾ ഞാൻ കുറേ പേര് ചോദിക്കുന്നതുകൊണ്ട് ഓൾറെഡി മുന്നോട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഇരിപ്പൊക്കെ കഴിഞ്ഞു. ഇനി പാറ് വരട്ടെ. പാറ് വരുമ്പോഴത്തേനും യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കാശിക്കൂട്ടം നല്ല ഉറക്കമാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. 6-3 സ്കൂളിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ ബദാം രാവിലെ ഞാൻ കുതിർത്താൻ വെക്കാറുള്ളതാണ്. പക്ഷെ ഇന്ന് മറന്നുപോയിട്ട് കുറച്ച് മുമ്പാണ് കേട്ടോ ഞാൻ കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ നമ്മുടെ പാല് ഫ്രീസ് ചെയ്തത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ആദ്യമൊക്കെ ഞാൻ നമ്മുടെ പാല് നേരെ ഡയറക്റ്റ് നമ്മൾ നോർമൽ ഷേക്ക് അടിക്കുക അങ്ങനെയല്ലേ, ഫ്രീസ് ആക്കിയിട്ട് നേരെ ഷേക്ക് അടി. അപ്പോൾ ഭയങ്കര തിക്കായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴായി പിന്നെ ഞാൻ പാല് തിളപ്പിച്ച് ചൂടാറ്റിയിട്ടാണ് കേട്ടോ ചെയ്യുക. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനായി തുടങ്ങി. എനിക്ക് തോന്നുന്നു LKG പഠിക്കുന്ന സമയങ്ങളിൽ മൊത്തം ഈ പച്ചപ്പാൽ ഡയറക്റ്റായിട്ട് ഞാൻ മിക്സിലിട്ട് നട്ട്സായിട്ട് അടിക്കും, അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ നല്ല രസത്തിലും നമുക്ക് കടലൊക്കെ കിട്ടുന്ന പോലെ കിട്ടും. പക്ഷേ നമ്മൾ ടേസ്റ്റ് മാത്രം നോക്കിയാൽ ശരിയാവില്ലല്ലോ, കുഞ്ഞു വേറെയല്ലേ. അപ്പോൾ ദഹനമൊക്കെ ഒന്ന് കറക്റ്റ് ആവേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ പാല് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെക്കും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ അടിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഇവൾക്ക് മെയിനായിട്ടും ഇവൾക്ക് മാത്രമായിട്ട് ഷെയ്ക്കാണ് അടിക്കുക. അവന്മാർ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല, ഇത്തിരി ബാക്കി ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതേ അവൾ വന്നപ്പോൾ ഞാൻ ഓടി വന്നപ്പോൾ അതേ വീണ് കേട്ടോ. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണു. അപ്പോൾ എനിക്ക് ആകെ സങ്കടം. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേനും സങ്കടം അങ്ങോട്ട് കൂടി. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെന്നിയുള്ളൂ, പക്ഷെ ഭയങ്കര സങ്കടമായിപ്പോയി. ഇങ്ങനെ വിങ്ങി പൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നല്ല ക്ഷീണമുണ്ട്, ഉറക്കത്തിൻ്റെ നല്ലൊരു ക്ഷീണവും കാണുന്നുണ്ട് കേട്ടാക്ക്. അമ്മയുടെ പൊന്നല്ലേ, അമ്മയുടെ പൊന്ന് കാര്യമല്ലേ, അമ്മയുടെ പൊന്ന്. അമ്മ അതെ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മന്ന് ഈവനിങ് റൂട്ടീൻ എടുക്കുന്നുണ്ട്. പാറുവിൻ്റെ ഈവനിങ് വ്ളോഗ് എടുക്കുന്നുണ്ട്. പറയും എന്ത് പറ്റിയത് പാറോ? ആടോ പാറൂസ് ചെറുതായിട്ട് പാറു ഇങ്ങനെ ഹാപ്പി ആയിട്ട് കേറി വന്നത്. അപ്പൊ എന്തുമല്ല ചവിട്ടിയത്, ബലൂണുമല്ല? ഇവിടെ ഷീറ്റ് കണ്ടോ, ഷീറ്റ് പോർച്ചിൽ വീണല്ലേ, പോർച്ചിൽ എന്റെ മോള് വീണ്. എനിക്ക് സങ്കടമായി. ഞാൻ ഓടുന്നപ്പോ ഇങ്ങനെ വിങ്ങി. ഞാൻ പാറൂസ് വരുന്ന വ്ളോഗ് എടുക്കാൻ വേണ്ടി ഒരു ഓടി ക്യാമറയും കൊണ്ട് വന്നതായിരുന്നു. അപ്പൊ നോക്കുമ്പോ വിങ്ങി പൊട്ടിക്കറിയുന്നു. ഇപ്പൊ ഓക്കെ ആയില്ലേടാ? നല്ല വേന എടുക്കണ്ടാ. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് പാറു? സ്റ്റിക്കറാ?
ബാൻഡേജാ? അതിന് ബാൻഡേജ് ഒട്ടിക്കണെങ്കിൽ പൊട്ടണം. പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ, വെറുതെ ഒന്നിങ്ങനെ വീണല്ലോ ഉള്ളൂ. ചോരയുടെ രോമം കാണുന്ന എവിടെ? അതെന്നെ മോന് LKG വീണപ്പോള്. അപ്പൊ ബാൻഡേജ് വാങ്ങിച്ചിട്ട് വരാൻ പറയാട്ടമ്മ. ക്രാഫ്റ്റിൽ പോയാലോ? മൂക്കി കൈയിടല്ലേ അപ്പിച്ചിന്. എല്ലാരും സബ്സ്ക്രൈബേഴ്സ് എല്ലാരും പറയും പാറുട്ടെന്തേ പൊട്ടപ്പെടുത്തം കാണിക്കുന്ന പറയും. പാറുമോള് ഇതേ മൂക്കിൽ കൈയിടരുത് അങ്ങനെ പറയും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യും. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. ഞാനങ്ങനെ ചക്കരേ പോലെ എനിക്ക് പെട്ടെന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ മോളിങ്ങനെ വിങ്ങി കയറല. അല്ലെങ്കിൽ ഞാൻ വീണ്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കാറ് മതി. പക്ഷെ എനിക്ക് നമ്മുടെ പൊന്നു വീണ കാര്യമുണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ കൊഞ്ചിച്ചപ്പോൾ കുറച്ചും കൂടെ സങ്കടമായി. അപ്പം എന്തായാലും അകത്ത് കയറ്റി യൂണിഫോമൊക്കെ മാറ്റിക്കട്ടെ അല്ലേ? പറ വരാന്ന് പറ. ഞങ്ങള് പറ അങ്ങോട്ട് നോക്കി പറ. പാറൂസ് അപ്പം വീണ വിശേഷങ്ങൾ പറയാനായിട്ട് ഭയങ്കര സങ്കടമൊക്കെ കാണിച്ചിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ, അച്ഛമ്മേനെയും മേമനൊക്കെ കാണിക്കാൻ. ആരുമില്ലേ? കരയല്ലേ? കരഞ്ഞിട്ട് ആരും കാണാനില്ല. ആരുമില്ല. ചാച്ചനും മേമൊക്കെ പോയിരിക്കുക. ഷൂട്ടുണ്ട് ചാച്ചനും മേമയ്ക്കും. അച്ഛനും പോയി കൂടെ. മിനി ആൻറ്റി അപ്പുറത്തുണ്ട്. മിനി ആൻറ്റിനെ അന്വേഷിച്ചല്ല. മിനി ആൻറ്റിന്റെ അപ്പുറത്ത്. മിനി ആൻറ്റി തുടക്കുന്നുണ്ട്. മിനി ആൻറ്റി. അവസാനം നമ്മളെ വീട്ടിൽ മിനി ചേച്ചിനെ വിളിച്ച് പാറ് കുറേ കരഞ്ഞോട്ടെ ഞാൻ വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്ക് ചെറുതായിട്ടൊന്നും വീണുള്ളൂ, പക്ഷെ എന്താ അറിയില്ല ഭയങ്കര സങ്കടമായിരുന്നു, കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനെ. പിന്നെ ഞാനിങ്ങനെ വല്ലാണ്ട് കൊഞ്ചിക്കുന്നതും ചെയ്തപ്പോൾ കുറച്ചും കൂടെ കരച്ചിലും വിഷമം കൂടി. ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് പറ്റി? അനക്ക് ടീച്ചർ ഉണ്ടായിരുന്നോ? UKG വിട്ടിട്ട് 2ാം ക്ലാസ്സിൽ പോയാ? എന്നിട്ട് പേടിക്കണ്ടാ. എന്തെങ്കിലും മേഘ ടീച്ചറില്ലേ? അപ്പൊ മോന്റെ ടീച്ചർ പേര് വേറെ ക്ലാസ്സിലോട്ട് പോവോ? അമ്മ മോന് ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ബാക്കി കിട്ടിയത്. ഇനിയിപ്പോൾ ഞാനിങ്ങനെ കുറേ വിശേഷങ്ങൾ ചോദിച്ച് അങ്ങനെയൊക്കെ യൂണിഫോമൊക്കെ മാറാം. എന്താ പറയുക, പാറുവിൻ്റെതായ കുറേ ക്രിയേറ്റീവായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കുറേ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം, ഈ വീഡിയോ ത്രൂ ഔട്ട് തന്നെയാണ്. പാറു ഇങ്ങനെ കുറേ കംപ്ലയിൻറ്റുകൾ ഇങ്ങനെ പറയും, സ്കൂളിലത്തെ കുറേ വിശേഷങ്ങൾ. തമാശയാണ് ശരിക്കും കേൾക്കാൻ. പോയിട്ട് മേലൊഴുകി വന്നിട്ട് അമ്മ ഷേക്ക് ഉണ്ടാക്കി തരാം. മിൽക്ക് ഷേക്ക്. ഓക്കെ? പുറത്ത് കുത്തി? എങ്ങനെ കുത്തി? കുത്തലും പിടിക്കലും നുള്ളലും ഞോണ്ടലും അല്ലേ? എന്റെ പാറു കരഞ്ഞാ? അപ്പുറത്തുണ്ടായിരുന്നു.
കാശി എണീറ്റില്ല. അമ്മ ആരെ കൊടുക്കും കാശിനെ? അപ്പൊ പാറുനെ എങ്ങനെ മേലഴിക്കും? ഓക്കെ. കാശി എന്നും അങ്ങനെയാണ് കേട്ടോ. പാറ് പോണേക്കണ ഒരു അരമണിക്കൂർ മുമ്പ് അവൻ ഉറങ്ങും. പാറ് പോയി കഴിഞ്ഞ് പാറ് വന്ന് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു. കാശിക്കുട്ടനെ ഏട്ടൻ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മുടി വാരി കെട്ടി വയ്ക്കുകയാണ്. ഇങ്ങനെ ഓയിലില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പാൻ പോകാനുള്ള ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തലയിൽ ഇങ്ങനെ ഓയിൽ ഭയങ്കര കുറവാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നരാടാണ് തല വാഷ് ചെയ്ത് വിടാറ്. പണ്ടൊക്കെ ഞാൻ വൈകുന്നേരം തല കുളിപ്പിച്ചിരുന്നത്. ഇപ്പം രാവിലെ തല കുളിപ്പിക്കും. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഈ രാവിലെ തല കുളിച്ച് പോകുമ്പോൾ കുറച്ചൊരു ഉഷാറായിട്ട് പോവാമല്ലോ. പിന്നെ ആദ്യത്തേക്കാൾ ഉപരി പാറു ഇപ്പോൾ കുറച്ചും കൂടെ നേരത്തെ എണീക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ടാണ് എടുക്കാറ്. മാക്സിമം ഞാൻ നേരത്തേക്ക് എടുത്താൽ നോക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മുടികെട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അലമ്പാവും കേട്ടോ. ഒന്നാമത് പാറിക്കെടുക്കാണ് മുടി, രണ്ടാമതിൻ്റെ ഭയങ്കര ഗുസ്തികളിയായിരിക്കും. പിന്നെ ഇനി ഇപ്പോൾ പഠിക്കാനിരിക്കാനൊക്കെ വലിയ മടിയൊന്നുമില്ല. ആൾ പഠിക്കാനൊക്കെ ഇരുന്നൂടെ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. ആദ്യം ഇങ്ങനെ എഴുതാൻ ഭയങ്കര മടിയാണ്. ആൾക്കിങ്ങനെ പറഞ്ഞ് പഠിക്കാനും വായിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യില്ല. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എഴുതി പഠിക്കാനും ഇഷ്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എഴുതി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാറുവിന് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനപ്പോൾ അതിന് മുമ്പ് മോൾക്ക് വേണ്ടിയിട്ട് ഷെയ്ക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ വരുമ്പോൾ ഞാൻ ചായ കൊടുക്കാറേ ഇല്ല പാറുവിന്. ചായ അവൾ രാവിലെ എണീക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ചായ കൂടി മാത്രമേ ഉള്ളൂ. അതല്ലാതെ ചായയോട് അവൾക്കും വലിയ ഇഷ്ടമല്ല. ഞാനും വലിയ പ്രയോറിറ്റി കൊടുക്കാറില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂസ് ഇപ്പോൾ ചോറല്ല ഉച്ചയ്ക്ക് കൊണ്ടുപോകാറുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉച്ചയ്ക്ക് കൊണ്ടുപോകാറുള്ളത്. ചോറ് ഒട്ടും കഴിക്കില്ല. LKG ടീച്ചർ ആൻറ്റിക്ക് ഇങ്ങനെ വാരി കൊടുക്കുമായിരുന്നു. പക്ഷേ UKG ഇപ്പം അങ്ങനെയല്ലല്ലോ. ആൻറ്റി ഒന്നും ക്ലാസ്സിൽ ഫുൾ ടൈം ഉണ്ടാവത്തൊന്നുമില്ല. അവൾ കുറച്ചും കൂടെ വലിയ കുട്ടിയായില്ല. അപ്പോൾ എന്താ പറയുക, ചോറൊന്നും കഴിക്കത്തില്ല. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിടും. രാവിലെ അവൾ അത് കഴിക്കും, ഉച്ചയ്ക്കും അത് കഴിക്കും. പിന്നെ വൈകുന്നേരം പിന്നെ അത് കൊടുക്കാൻ പോകാറില്ല. ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുകടികളായിട്ട് കൊടുക്കും. അത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേനും വയറ് നിറച്ച് ചോറ് കൊടുക്കും. അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഈ ഒരു ഷെയ്ക്കിൽ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ എന്താണ് നമ്മുടെ ഈന്തപ്പഴം പാറു ഡയറക്റ്റായിട്ട് കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈന്തപ്പഴം 2-3 എണ്ണം എടുക്കും, അത് ഇട്ട് കൊടുക്കും. പിന്നെ എന്തൊക്കെ നട്ട്സ് നമ്മുടെ കയ്യിലുണ്ടോ ആ നട്ട്സ് ഫുള്ള് ഇടുക. കപ്പലണ്ടി ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ, വെയിറ്റ് ഗെയിനൊക്കെ. പക്ഷേ കപ്പലണ്ടി നമുക്ക് അതേപോലെ തന്നെ കഫക്കെട്ടും ചുമയും വരാനും എളുപ്പവഴിയാണ്. കപ്പലണ്ടി ഞാൻ ഇടാറുണ്ട്, എല്ലായ്പ്പോഴും ഞാൻ കപ്പലണ്ടി ഇടാറുണ്ട്. പക്ഷേ കപ്പലണ്ടി ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ മത്തങ്ങയുടെ കുരു ഉണ്ടല്ലോ, മത്തങ്ങയുടെ കുരു, അതേപോലെ തന്നെ സൂര്യകാന്തി ഇല്ലേ, അതിൻ്റെ കുരു, അതിൻ്റെ വിത്ത്, അതൊക്കെ എനിക്കും കൂടെ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളായിരുന്നു. അതും ഇടുന്നുണ്ട്. അതിൽ കൂടെ നമ്മുടെ കാച്ചി വെച്ച പാല് ഇടുന്നുണ്ട്. പിന്നെ റോബസ്റ്റ് പൊടിയാണ് ഏറ്റവും ടേസ്റ്റ്. നേന്ത്രപ്പഴം പാറൂസ് കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേന്ത്രപ്പഴം ഷേക്കിലിട്ടിട്ട് അടിച്ചു കൊടുക്കും. എങ്ങനെയാണെങ്കിലും ഇത് അകത്തെത്തിയാൽ മതിയല്ലോ. അപ്പോൾ നേന്ത്രപ്പഴത്തേക്കാണ് റോബസ്റ്റ് പഴം ചെറുപഴമൊക്കെ കൂട്ടി അടിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഞാൻ നേന്ത്രപ്പഴം കൊടുക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു കാറയ്ക്കലുണ്ടാവും. പക്ഷേ അത് ഷെയ്ക്കാണല്ലോ എന്ന് വെച്ചിട്ട് അവരത് കുടിക്കും. അതാണ് വാസ്തവം. അതിലേക്ക് ഇച്ചിരി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരിക്കോളം ബൂസ്റ്റ് ഇടുന്നത് നല്ലതാണ്. പക്ഷേ എന്താ പറയുക, ഹെൽത്തിനത്ര അല്ലെങ്കിലും മധുരം നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല. അവർക്കൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കഴിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. വിശപ്പ് മാറും. 2 പേരും വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അവർക്കറിയാം എന്ന് ഞാൻ ചെയ്യുമ്പോൾ ഇത് കിട്ടാനാണെന്ന് അറിയാം. അപ്പോൾ പെട്ടെന്ന് നല്ലോണം വിശപ്പ് മാറും. നമ്മൾ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറേ നേരത്തേക്കൊന്നും കഴിക്കാൻ പറ്റില്ല. വയറ് നന്നായിട്ട് ഫില്ലായിട്ടിരിക്കും. പിന്നെ ഞാൻ പാറുവിന് ഈ ഒരു ഗ്ലാസ് ഫുള്ള് കൊടുക്കും കേട്ടോ. എനിക്കത് കുടിച്ച് തീർക്കണം, കുടിപ്പിക്കും ഞാൻ എങ്ങനെയെങ്കിലും. ബാക്കി കുറച്ചുണ്ടാവണത് അല്ലുവിനും അതിനും കാശിക്കും കൊടുക്കും. അതിനും ഇത് വലിയ ഇഷ്ടമല്ല. കാശി പിന്നെയും കഴിക്കും. പിന്നെന്താണ്, ഞാൻ ബ്രെഡും ജാമും പിറ്റേ ദിവസത്തേക്ക് ടിഫിൻ ബോക്സിലേക്ക് വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാറു കണ്ടപ്പോൾ ജാമും ബ്രെഡും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ എന്നായിക്കോട്ടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് നമ്മൾ ദോശയാണ്, ഗോതമ്പിൻ്റെ ദോശയും ചമ്മന്തിയാണ് ലഞ്ചിന് വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ അത്ര വലിയ വിശപ്പ് മാറാനുള്ളതില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ബ്രെഡും കൂടെ പൈനാപ്പിളിൻ്റെ ജാമായിരുന്നു. ആശാത്തി ഇതിൽ നിന്നൊരു കോരലെടുത്തുകൊണ്ട് പോയപ്പോഴത്തേനും ജാം കഴിഞ്ഞു. ഈ ജാം അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ വല്ലപ്പോഴും, എനിക്കിതൊന്ന് വെക്കേഷൻ കഴിഞ്ഞ് പിന്നെ പാറു ബ്രെഡും ജാമും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൊടുക്കാൻ പോവാണ് കേട്ടോ. പാറൂസ് ഇപ്പം നമ്മൾ വീഡിയോസ് എടുത്ത് പാറോട് പറയേണ്ട ആവശ്യമില്ല. പാറോട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് ഗൈസ്. അവൾ നേരത്തെ വന്നായിരുന്നു. അപ്പോൾ അവൾ പറയാം, അമ്മ കൊണ്ടുപോയോ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാം, അതിൻ്റെ സർപ്രൈസായിട്ട് മേടിക്കാം. അവൾ ഭയങ്കര എന്താ പറയുക, നമ്മളൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കാണുകയാണല്ലോ. ഈ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചോറൊന്നും പാറൂസ് കഴിക്കത്തേ ഇല്ല. അയ്യോ, ശരിക്കും നമ്മളിട്ട് വട്ടം തിരിക്കും കേട്ടോ. ബാക്കി കഴിച്ചോളൂ അവൾ. പക്ഷെ ചോറാൾക്ക് ഭയങ്കര
എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ് ചോറ് ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളൊക്കെ ഞാൻ മാക്സിമം നന്നായി കൊടുക്കാൻ നോക്കും. കുടിച്ചോ? കഴിക്ക്. ഇഷ്ടപ്പെട്ടില്ല എന്നാ എന്തേ? ആ ചത്തിക്ക് എപ്പോഴും അങ്ങനെ കേട്ടോ, കുടിച്ച് മതിയായി കഴിഞ്ഞാൽ കുടിച്ച് മതിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോഴത്തെ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് എഡിറ്റിങ് പരിപാടികളുണ്ട്, അത് വേഗം കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഈ നേരത്തേക്ക് എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് അപ്ലോഡിന് ഇടാം, എന്നാലും ഒരു 7 മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് വേഗം ഷഡോ എന്ന് പറഞ്ഞ് ചെയ്യാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആള് കുറച്ച് നേരം ഇപ്പം അമ്മയും അച്ഛനൊന്നും എത്തിയിട്ടില്ല കേട്ടോ, ഗീതൊന്നും എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാടി കളിക്കാൻ നടക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പഠിപ്പിക്കാൻ എടുത്തണം. പഠിക്കാനുണ്ട് പറയുമോ? ഇന്നെന്താ പഠിപ്പിച്ചത്? 3 ആണോ പഠിപ്പിച്ചത്? അമ്മ ബുക്സ് ഒന്നും നോക്കിയിട്ടില്ല. ഓക്കെ, വേഗം കഴിക്കിട്ട് എന്നിട്ട് വേണം നമുക്ക് ബുക്കൊക്കെ നോക്കാൻ. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും പുറത്തെടുത്ത് വെച്ചോ? എന്തേ? കഴിച്ചിട്ട് പുറത്തേക്ക് അടുക്കളയിൽ എടുത്ത് വെക്കണം കേട്ടോ, ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും. ഓക്കെ. ഈ ഒരു ശീലം ഞാൻ LKG പകുതി മുക്കാലായപ്പോൾ തൊട്ട് തുടങ്ങിയതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതവൾക്ക് നല്ല ശീലമായിട്ട് കൊണ്ടുപോകണം. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ടിഫിനിൽ ലഞ്ച് എടുക്കാൻ മറക്കും. അത് ഞാൻ എപ്പോഴും മറക്കും. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുക, അപ്പം എന്നെ എപ്പോഴും വഴക്ക് പറയും. അപ്പോൾ എന്താ പറയുക, എന്നോട് ഏട്ടനായാലും പറഞ്ഞ കാര്യമാണ്, നീ വരുമ്പോൾ അവളെ കൊണ്ട് തന്നെ ആ ഒരു ശീലം തുടരിക്കുക. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവളെ ലഞ്ച് ആൻഡ് ടിഫിൻ ബോക്സ് അവൾ കൊണ്ട് അടുക്കളയിൽ വെക്കട്ടെ, അവൾ കഴിച്ച പാത്രം അവൾ കൊണ്ട് വെക്കട്ടെ. അത് അവരെ കൊണ്ട് ബാലവേല ചെയ്യിക്കലല്ല, അതൊരു നല്ലൊരു ശീലിപ്പിക്കലാണ്. പാറുമോക്ക് എടുക്കാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് കിച്ചണിൽ കൊണ്ട് വെച്ചാൽ മതി. അപ്പം എനിക്കാണെങ്കിൽ ഓർമ്മയും ഉണ്ടാവും, അവൾക്ക് അതൊരു നല്ല ശീലമായിരിക്കും. പിന്നെ ഇവരെ പിള്ളേർ ആരും ഇല്ല, അതുകൊണ്ട് ഭയങ്കര സൈലൻസ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് എന്താ, അവൾ മിക്കവാറും നമ്മുടെ ഉണ്ണികളെ കൂടെ തന്നെയാണ് അവൾ കളിക്കാറുള്ളത്. അവൾക്ക് പുറത്ത് വേറെ ആരും ഇല്ലല്ലോ കളിക്കാൻ. പിന്നെ അതും ഇതും കുപ്പി പാട്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കും. അങ്ങനെയാണ്. ഇവിടെ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ, അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കും. പിന്നെ അതേ മഴ ഉള്ളപ്പോൾ ആൾ എന്നോട് ചോദിക്കും, അമ്മ മഴയത്ത് ഇറങ്ങി കളിച്ചോട്ടെ കുട എടുത്തിട്ട്. അപ്പോൾ ഞാൻ സമ്മതിക്കും, ആൾ മഴയത്ത് കുട എടുത്തിട്ട് കളിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ വണ്ടി, ഞാൻ മേടിച്ച വണ്ടി എൻ്റെ കണ്ണച്ചൻ കൊണ്ടുപോകാൻ കേട്ടോ. അച്ഛൻ്റെ വണ്ടി കൊടുത്തായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വണ്ടി കൊടുത്തപ്പോൾ അച്ഛന് കുറച്ച് നാൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്, അടുത്തൊരു പുതിയ വണ്ടി എടുക്കണ വരെ അച്ഛൻ ഓടിക്കാൻ വേണ്ടിയിട്ട് അച്ഛന് ഞാൻ എൻ്റെ വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനത് ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറമോട് ഇവിടെ കാലുമല്ല ഇങ്ങനെ ചെളിയേറ്റ് അതിൽ വെള്ളത്തിൽ കളിക്കലാണ് മെയിൻ ഹോബി. പറയുമ്പോൾ അമ്മയെ ഞാൻ കാല് കഴുകല്ലേ, അങ്ങനെ ഒരു എക്സ്ക്യൂസും പറയും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. എന്ത് ഈ ബാഗിന് എന്താ കുഴപ്പം? ഞങ്ങളുടെ ബാഗിലൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. പാറുന്റെ ബാഗിന് പേര് എഴുതിച്ചിട്ടുണ്ടല്ലോ, നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് പേര് എഴുതിച്ചിട്ടുണ്ടല്ലോ. അതെ, അമ്മ വൈറ്റനോണ്ട് ബാഗ് പേര് തരാം. ഓക്കെ ഓക്കെ അല്ലേ? പാറല്ലേ പറഞ്ഞ ബാഗ് വേണ്ടാന്ന്. വേണോ ബാഗ്? വേണോ? പാറുട്ടൻ്റെ ഇപ്പോൾ ഒരു കുഞ്ഞു പരാതിയാണ് കേട്ടോ, ബാഗ് പുതിയത് മേടിക്കണം, എല്ലാവരും കളിയാക്കണം എന്നുള്ളൊരു സംഭവം. പിന്നെ അതിങ്ങനെ ഓരോ ദിവസം ഓരോ എക്സ്ക്യൂസൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ കാശിക്കുട്ടനുണ്ടല്ലോ, കാശിക്കുട്ടൻ്റെ പാറു എന്ന് വെച്ചാൽ ഒരു പ്രാന്താണ്. അവൾ എവിടെ കിടന്നാലും അവനെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സൈഡിൽ കിടക്കണം, വേറെ ഒരു ഉപദ്രവവും ഇല്ല, സൈഡിൽ ഇങ്ങനെ കിടക്കണം. അങ്ങനെയാണ് പാറു. അല്ലുവിൻ്റെ അയിനുവിൻ്റെയും കാശിയുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ്. അല്ലാണ്ട് ഒരാളോട് ഇഷ്ടം കൂടുതൽ അങ്ങനെയൊന്നുമില്ല. 3 പേരും അവൾക്ക് ഒരേപോലെ. പക്ഷെ കാശിക്ക് പാറുവിനോട് ഒരു പ്രത്യേകതയാണ്. അതായത് അല്ലും അയിനും പാറുവിനോട് കാണിക്കുന്ന പോലെയല്ല കാശി ഫുൾ ടൈം പാറുവിനെ മേത്ത് കയറി മറിയണം, ഫുൾ പാറുവിനെ താങ്ങിക്കൊണ്ട് അടക്കണം, പാറുവിനായിട്ട് കളിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ് കാശിക്കുട്ടൻ്റെ. കാശിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് പാറൂസിനെ കേട്ടോ. അവരിങ്ങനെ കുറേ കളിച്ചു. അപ്പോൾ അത് പഠിക്കേണ്ട സമയം ഞാൻ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് വന്നാൽ ചെയ്യുന്ന ഒരു കാര്യം, പാറുവിനെയും കൂടെ നോക്കലല്ല, ഫസ്റ്റ് ഞാൻ സ്കൂളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ബാഗ് എടുത്ത് നോക്കും, എന്തുട്ടാണ് പഠിച്ചതെന്ന് നോക്കും. അതാണ് ഞാൻ എന്നും ചെയ്യാറ്. അതെന്താണെന്ന് അറിയില്ല, എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവൾ നീറ്റായിട്ട് എഴുതിയിട്ടുണ്ടോ, ഓക്കെ ആണോന്ന് അറിയാനായിട്ട് ഞാൻ വെറുതെ ബുക്ക് എടുത്ത് നോക്കും. അപ്പോൾ ഇന്ന് എനിക്കതിന് പറ്റിയില്ല. അപ്പോൾ ബുക്സ് എല്ലാതും എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ലോണം ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഗൈസ്. ഇപ്പൊ പാറൂസിന് കുറേ പഠിക്കാനുണ്ടാവാറുണ്ട് കേട്ടോ. ഡെയിലി നല്ലോണം ഹോംവർക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ എന്താ പറയുക,
പഠിക്കാനുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എഴുതി പഠിക്കാൻ ആശയത്തേക്ക് ഇച്ചിരി മടിയാണ്. ഇപ്പോൾ ഒന്ന് ബെറ്ററായിട്ട് വരുന്നുണ്ട്. ഇപ്പം മടി കാണിച്ചാലും ഞാൻ ഇരുത്തി എഴുതിക്കും. കാരണം എഴുതിപ്പിച്ച് അമ്മ വലിക്കാട്ടാ. എഴുതി പഠിപ്പിച്ചില്ലെങ്കിൽ അവൾ മടി കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ചൊവ്വായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് 3 എഴുതിപ്പിച്ചിട്ട് ടീച്ചർ 6 എഴുതിയത് ജസ്റ്റ് ഒരു V ഇങ്ങനെയാണല്ലോ നമ്മൾ സ്മോൾ ലെറ്റർ 6 എഴുതുക. അത് V ആന്ന് വെച്ചിട്ട് ത്വീ എഴുതി പഠിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് ഹോംവർക്കുകളും കാര്യങ്ങളുണ്ട്. ശനി ഞാനും ഇഷ്ടം പോലെ, അതായത് ആഴ്ചത്തെ പോർഷൻസ് ഫുള്ള് കവർ ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്തായാലും പാറോസിനെ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തട്ടെ കേട്ടോ. ഞാൻ അതൊരു കടമ്പയാണ്. ഞാൻ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ കാശിനെ ഏൽപ്പിച്ചിട്ട് വേണം. ഇവിടെ നമ്മുടെ തെക്കേ മുറിയിലാണ് ഞാൻ ഇരിക്കാറ്. വാതിലൊക്കെ അടച്ചിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. നമ്മൾ ഹാളിലൊക്കെ വെളിച്ചുള്ളിടത്തൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കും. കുറച്ചും കൂടെ വെളിച്ചുള്ളിടത്തേ ഇരിക്കാന്നിരിക്കും. പക്ഷേ അവന്മാരൊട്ടും സമ്മതിക്കില്ല. അവന്മാർ ബുക്കൊക്കെ വലിച്ച് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ റൂമിൽ. പിന്നെ എല്ലാവരും ഈ ചെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെയർ വന്നിട്ട് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഹൈ ചെയർ ഉണ്ടല്ലോ, ആ ഹൈ ചെയർ നമുക്ക് സ്റ്റഡി ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പഠിപ്പിക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ പഠിക്കേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ സ്റ്റഡി ടേബിളിൽ ഈ പറഞ്ഞ പോലെ ഇരുത്തി പഠിപ്പിക്കും. ഞങ്ങൾ റൂമിൽ പഠിപ്പിക്കും. പിന്നെ ഉറക്കം. പാറു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവൾക്കൊരു ബോറടി ഫീൽ ചെയ്യും. പിന്നെ അത് ഉറക്കത്തേക്കാവും. അപ്പം നിങ്ങളിനി നമ്മുടെ യുദ്ധമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് കേട്ടോ. ആരും മിസ് ചെയ്തത്. എഴുതാനുണ്ട്, കുറേ എഴുതാനുണ്ട്. ടെക്സ്റ്റ് എടുക്ക്, നോട്ട് എടുക്ക്. എവിടെ കാണിച്ചു കൊടുക്കട്ടെ അമ്മ. പാറുവിൻ്റെ നോട്ട് ബുക്ക് കാണിച്ചു കൊടുക്കട്ടെ. പാറുവിന് 2 ലൈൻ, സിംഗിൾ ലൈൻ അതൊക്കെ സ്കൂളിൽ തന്നെ അവർ വെക്കും കേട്ടോ. ഇതേ തപ്പറ ABC വന്ന ദിവസം തന്നെ കീറിയായിരുന്നു അല്ലേ പാറുട്ടാ? ഇപ്പൊ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഇതെന്താ ഇത്? അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോട്ടിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടരുതെന്ന്. പിന്നെ ഞാനിപ്പോ വിളിക്കട്ടെ ടീച്ചറെ വിളിച്ച് ചോദിക്കട്ടെ ഞാൻ. അപ്പൊ പിന്നെ നോണ എന്തിനാ പറയണേ? അപ്പൊ പിന്നെ എന്തിനാ അദ്ദുകയുടെ പേര് പറയണ എന്തിനാ? കണ്ണാ ഇതെന്താ സ്പെല്ലിംഗ് എന്നറിയോടാ? ഇത് THREE എന്തുട്ടാ? THREE 3 അല്ലേ? ഇതെന്തുട്ടാ മോനെ? ഇത് 6 അല്ലേ? ഇത് V അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ തെറ്റല്ലേ? ഇത് V അല്ലടാ, ഇത് R ആണ്, സ്മോൾ ലെറ്റർ R. ഓക്കെ, അപ്പൊ അത് മായ്ച്ചരാട്ടമ്മ. TH അങ്ങനെയാ നമ്മൾ അമ്മല്ലേ എഴുതേണ്ടത്, പാറൂല്ലേ എഴുതേണ്ടത്? മാച്ചേ അയാറ് മാച്ചേ മാക്കൂലേ? വടി എടുക്കട്ടെ ഞാൻ? വടി എടുക്കട്ടെ. പാറുമോൾക്ക് സ്മോൾ ലെറ്റർ R എഴുതാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് അറിയാത്തൊരു സംഭവം അവളത് ശ്രമിക്കില്ല. അവൾക്ക് പേടിയാണ് പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കാൻ. അറിയാത്തത് എഴുതി പഠിക്കണം അങ്ങനെയില്ല, അറിയാത്തത് അവൾ ഒട്ടെഴുതില്ല അങ്ങനെയാണ്. അപ്പം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുക. പാറുട്ടന് ഇങ്ങനെ എന്താ പറയുക, ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാവും, ഭയങ്കര വിഷമം. ഞാൻ സത്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല കേസ്. പക്ഷെ പാറുമോൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് വീട്ടിൽ നോക്കിയാലും പാറുന് ഭയങ്കര വിഷമമാണ്. അവളൊരു ക്യാരക്ടർ അങ്ങനെയാണ്. അവൾക്കൊരു പേടി തോന്നിയൊരു സംഭവം, അറിയാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും ട്രൈ ചെയ്യില്ല. അതിനൊരു വലിയ എക്സാമ്പിളാണ് പാറുൻ്റെ സൈക്കിള്. 2ാമത്തെ വയസ്സിൽ നിഖിൽ വാങ്ങിച്ചു കൊടുത്തതാണ്. അതിൽ ഒരു പ്രാവശ്യം അതിൽ നിന്ന് വീണവൾ. അത് പിന്നെ ഒരിക്കലും അവൾ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല പേടിച്ചിട്ട്. പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കും എഴുതിക്കാനൊക്കെ ആയിട്ടായില്ല. അപ്പോൾ 3 എഴുതുന്ന സംഭവം അവളോട് പെൻഡിങ് വെച്ചിട്ട് നമ്പേഴ്സ് എഴുതണം. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവളെ മൂഡൊന്ന് മാറ്റിയിട്ട് 3 എഴുതിപ്പിക്കുക. പക്ഷെ 6 അവൾക്ക് കറക്റ്റ് എഴുതാൻ പറ്റാത്ത കാരണം എനിക്ക് ചില സമയത്ത് സങ്കടം തോന്നിട്ട്. പക്ഷേ അവളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവളുടെ അടുത്ത് ഞാനും ഭയങ്കര കമ്പനി വൈസ് നിന്ന് കഴിഞ്ഞാൽ പാറുന് ഒട്ടും പേടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ചില സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിൽക്കാറുള്ളത്. എന്ന് വെച്ചിട്ടും ഭയങ്കരമായിട്ടല്ല കേട്ടോ.
പൂച്ച എന്തിനോ ഓടി കേറിയതാടാ, അമ്മ കണ്ടില്ലല്ലോ. എഴുതത് കംപ്ലീറ്റ് ഫിനിഷ്. അമ്മ നല്ല ഉറക്കം വരുന്നുണ്ട്, അത് ക്ലോസ് ചെയ്ത് വെച്ചോ. അമ്മ പൊന്നെന്തിനാ വെറുതെ കരയുന്നു? കരയാൻ മുട്ടിട്ട അമ്മയുടെ പൊന്നിന് അമ്മ ചീത്ത പറഞ്ഞില്ലല്ലോ മുത്തേ. എന്റെ മോനെ ഉറക്കം വരുന്ന കാരണത്. അന്ന് എഴുതിക്കോ, അന്ന് എഴുതിക്കോ. അമ്മ മോനെ എഴുതിക്കോ, എന്ന് കരയണ്ട. അമ്മ മോനെ എഴുതിക്കോ. പഠിക്കട്ടെ നമുക്ക്. എന്തോരം പഠിക്കണം? ആ കൊറേ ഇരുന്ന് പഠിക്കാം. നമുക്ക് നാളെ നേരം വെളുക്കണ വരുന്ന് പഠിക്കാട്ടാ. ആ പഠിച്ചോ പഠിച്ചോ. എന്തിട്ട് ഇപ്പൊ പഠിക്കണേ? പാറൂസിനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടോ. ഇന്നെനിക്കറിയില്ല, പാറുവിന്റെ ഭയങ്കര വാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുവിന് ഏറ്റവും കൂടുതൽ വാശി വരുന്നത് ഉറങ്ങാനാണ്. ഉറങ്ങേണ്ട സമയമാകുമ്പോൾ പാറുവിന് എന്താ ഒരു പ്രാന്താണ്. അപ്പം ഈ പറഞ്ഞ പോലെ സ്മോൾ ലെറ്റർ 6 ആൾക്ക് എഴുതാൻ അറിയില്ല. അപ്പം ഞാൻ 1-2 പ്രാവശ്യം ചീത്ത പറഞ്ഞു. പിന്നെ കരച്ചില്, പിന്നെ തൊട്ടേനും പിടിച്ചതിനും കരച്ചില്, പിന്നെ പഠിക്കാൻ, പിന്നെ മേഘ ടീച്ചറെ വിളിക്കാൻ വാശി, പിന്നെ അവൾക്ക് പഠിച്ച് കഴിയാറായപ്പോൾ വാശി, അവൾക്ക് ഇനിയും പഠിക്കാൻ വാശി, കരച്ചില് കരച്ചില് കരച്ചില്. ഇപ്പം ഞാൻ എങ്ങനെ ഇനിയും കുറച്ചും കൂടെ പോർഷൻസ് വായിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ ആൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മൈൻഡ് ഒട്ടും ആക്കിയല്ലോ, ഉറക്കം വന്നിങ്ങനെ തൂങ്ങാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മതി പഠിച്ചത് മതി, ഇന്നത്തെ നിർത്തിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേ റൂമിൽ ഹാളിൽ കൊണ്ടിരുത്തി. കീത്തൊന്നിരിക്കില്ല, അച്ഛനമ്മ ഒന്നും എത്തിയിട്ടില്ല. അവരിതേ അച്ഛനും ഏട്ടൻ്റെ മോന് വെള്ളപ്പം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ട്. പാറുതേ ഇപ്പം TV കാണാതിരിക്കുകയാണ്. ഇപ്പം സമയം 7 മണി ആവുകയാണ്. ഞാൻ വേഗം തന്നെ അവൾക്ക് ചോറ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവൾ ഉറങ്ങിപ്പോകും. കുറച്ച് നേരം TV കണ്ടപ്പോഴത്തേന് പാറുവിൻ്റെ ഉറക്കക്ഷീണമൊക്കെ മാറിയിട്ട് അപ്പോൾ അതേ ചോറ് കൊടുക്കുകയാണ്. ഞാൻ ചോറ് കൊടുക്കേണ്ട, അച്ഛൻ ചോറ് കൊടുത്താൽ മതി. അതൊരു കഴിക്കാനുള്ളൊരു മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ ബീഫും കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ആൾക്ക് പിന്നെ എരിവ് അതിൽ കൂടെ പോകാൻ പാടില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു 8 മണി, എനിക്ക് ഒരു 8 മണിയാകുമ്പോഴത്തേന് പാറു ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അവളെ വിളിക്കാനായിട്ട് സങ്കടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പോൾ TV ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോസ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ മറ്റേ എന്താ പറയുക, എന്തത് ഈ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉറക്കാൻ വേണ്ടിയിട്ട് പാറുവിന് ഉറങ്ങാൻ പോവാണെന്ന് പാറുവിന് അറിയാം. അപ്പോൾ അത് പാറുവിന് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് ഉറക്കാൻ പോവുക. പക്ഷെ കട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോക്കെ റൂം വരെ പാറുവിനെ പൊക്കി പിടിച്ച് വലിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അച്ഛൻ കൊടുത്തത് മതി, ഇപ്പോൾ ചോറ് മതി, ഇപ്പോൾ പിന്നെ അവൾക്ക് അമ്മ കൊടുത്താൽ മതി എന്നായി. അപ്പോൾ ഞാൻ കൊടുക്കാനിരിക്കാനുണ്ട്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവളെ ഉറക്കാൻ വിടും. നമ്മളെ ഒരു ഈവനിങ് റൂട്ടീൻ എന്ന് പറയണത്, ഇപ്പം നൈറ്റായി എന്നാലും വൈകുന്നേരത്തെ പാറുവിൻ്റെ കലാപരിപാടികളും പാറു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. പാറുവിൻ്റെ ഓരോ റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ കണ്ടോ? പാറൂസിന് ഇങ്ങനെ വലിച്ച്. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ആൾ ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊക്കിക്കൊണ്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. അവളിങ്ങനെ കെടുത്തി കഴിഞ്ഞിട്ട് വിത്തിൻ 5 മിനിറ്റ്സ് പാറു ഫ്ലാറ്റോ, ഭയങ്കര സുഖം പാറുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാറുദേവി വേഗം ഉറങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പാറു വന്നിട്ടുണ്ടെങ്കിലത്തെ ഒരു ഈവനിങ് വൈബ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, പഠിക്കാനൊക്കെ ഇങ്ങനെയാണ്, ഇതുപോലെയൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.